എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരു വിഷയം എന്ന് പറയുന്നത് 30കളിൽ നിങ്ങളെ കരിയർ എങ്ങനെ ചേഞ്ച് ചെയ്യാം, അല്ലെങ്കിൽ ആ ചേഞ്ച് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ സ്വീകരിക്കേണ്ട, നിങ്ങൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ എന്തെല്ലാം എന്നുള്ളതാണ്. ഒരു പക്ഷേ ഞാനിത് പറയാൻ അർഹനാണോ എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടുമാണ്. കഴിഞ്ഞ 28ാമത്തെ വയസ്സിലാണ് എൻ്റെ കരിയർ ചേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിൻ്റെ ബേസിക് ആയിട്ട് കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയാം. എൻ്റെ 22ാമത്തെ വയസ്സിലാണ് കരിയർ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഒരു ഓയിൽ ആൻഡ് ഗ്യാസ് കമ്പനിയിൽ സെയിൽസിലാണ് ഞാൻ കരിയർ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നീട് ഒരു 6 വർഷത്തോളം ഞാൻ ആ ഒരു മേഖലയിൽ തന്നെ വർക്ക് ചെയ്യുകയും പിന്നെ അതിനുശേഷമാണ് ഞാൻ എൻ്റെ കരിയർ ചേഞ്ച് ചെയ്തിട്ട് ഫിനാൻഷ്യൽ അഡ്വൈസർ എന്നുള്ള ഒരു കരിയറിലേക്ക് മാറുന്നത്. ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ, ഞാൻ ചെയ്തിട്ടുള്ള മിസ്റ്റേക്കുകൾ എന്തൊക്കെയാണ്, അതുപോലെ തന്നെ ആ മിസ്റ്റേക്കുകൾ നിങ്ങളെങ്ങനെ ആവർത്തിക്കാണ്ടിരിക്കാൻ ശ്രദ്ധിക്കണം എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള കുറച്ച് കാര്യങ്ങളും കുറച്ച് പോയിന്റുകൾ, വളരെ റെലവൻ്റ് ആയിട്ടുള്ള കുറച്ച് പോയിന്റുകളാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ, ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഉപകാരപ്രദമാകുമെന്ന് തോന്നുന്നവർക്ക് തീർച്ചയായിട്ടും ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. ഇത്തരത്തിലുള്ള കണ്ടന്റുകൾ, കുറച്ച് കാര്യങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കേണ്ടത് വളരെ അനിവാര്യമാണ് എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ഒരുപാട് കണ്ടന്റുകൾ തുടർന്നുള്ള വീഡിയോയിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും പ്രതീക്ഷിക്കാവുന്നതാണ്. സോ ഫസ്റ്റ് പോയിന്റ് നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ, ഇപ്പം ഞാൻ എൻ്റെ കരിയർ തുടങ്ങുന്നത് ഒരു സെയിൽസിലാണ്. സെയിൽസിൽ ആക്ച്വലി ഞാൻ പഠന കാലഘട്ടത്തിൽ തന്നെ ഞാൻ വ്യത്യസ്തമായിട്ടുള്ള ജോലികൾ ചെയ്യുന്നുണ്ട്. യഥാർത്ഥത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു +1 കാലഘട്ടത്തിൽ തന്നെ ഞാനൊരു കൂൾ ബാറിൽ അല്ലെങ്കിൽ ഒരു ബേക്കറി കമ്പനിയിൽ ബേക്കറി പ്രൊഡക്ഷനായിട്ട് ഞാൻ ജോലി ചെയ്യുന്നുണ്ട്. പിന്നീട് വ്യത്യസ്തമായിട്ടുള്ള ജോലികൾ നമ്മൾ ചെയ്തു പോരുന്നുണ്ട്. പിന്നീട് ഈ സെൻട്രിങ് വർക്കുകൾ, വാർപ്പിൻ്റെ വർക്കുകൾ, അതുപോലെ തന്നെ വ്യത്യസ്തമായിട്ടുള്ള കൂൾ ബാറുകളിൽ വെയിറ്ററായിട്ട്, അങ്ങനെ പല വ്യത്യസ്തമായിട്ടുള്ള ജോലികൾ ഈ ഒരു കരിയറിലുടനീളം ചെയ്തു പോരുന്നുണ്ട്. സോ പിന്നീട് ഒരു പ്രോപ്പറായിട്ട് ഡിഗ്രി കഴിഞ്ഞിട്ട് ഒരു ജോലി എന്ന രീതിയിലേക്ക് UAE കയറിയതിന് ശേഷമാണ് ഒരു ജോലി എന്നുള്ള രീതിയിൽ ആലോചിക്കുന്നത്. പ്രോപ്പറായിട്ടുള്ള ഒരു ജോലി എന്ന് വേണമെന്നുള്ളത്. അങ്ങനെ ഞാൻ സെയിൽസിലാണ് ജോലി ചെയ്യുന്നുണ്ട്. ഓയിൽ ആൻഡ് ഗ്യാസ് കമ്പനിയിലായിരുന്നു, അബുദാബിയിലായിരുന്നു ജോലി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഫസ്റ്റ് തന്നെ ആ സെയിൽസിലല്ലായിരുന്നു എനിക്ക് കിട്ടുന്നത്. ഫസ്റ്റ് ഒരു സ്റ്റോർ ഇൻചാർജ് ആയിട്ട് തന്നെ ഒരു ജോലി കിട്ടുകയും പിന്നീട് അത് പതുക്കെ ഞാൻ സെയിൽസിലേക്ക് മാറുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. സോ നിങ്ങൾ ഏത് പൊസിഷനിലായിക്കോട്ടെ, നിങ്ങൾ യഥാർത്ഥത്തിൽ നിങ്ങൾ ചെയ്യുന്ന ജോലിയോട് നിങ്ങൾക്ക് ആത്മാർത്ഥമായിട്ട് ജോലി ചെയ്യാൻ സാധിക്കുന്നില്ല, അതിൽ നിന്നൊരു മാനസികപരമായിട്ടുള്ളൊരു ഉല്ലാസം, ഒരു ആത്മസംതൃപ്തി നിങ്ങൾക്ക് ലഭിക്കുന്നില്ല എങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ഒരു അഭിപ്രായത്തിൽ നിങ്ങൾ ആ ജോലി മാറിയിട്ട് നിങ്ങൾക്ക് ഏറ്റവും ഉചിതമായിട്ടുള്ള, നിങ്ങൾക്ക് കൂടുതൽ മാനസിക സന്തോഷം ലഭിക്കുന്ന ജോലി കണ്ടെത്തുക എന്നുള്ളത് നമ്മുടെ ഓരോരുത്തരുടെ ഉത്തരവാദിത്തം തന്നെയാണ്. അപ്പോൾ അതിന് മുന്നോടിയായിട്ട് നിങ്ങൾ സ്വീകരിക്കേണ്ട കുറച്ച് കാര്യങ്ങളെ കുറിച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. സോ ഫസ്റ്റ്, നിങ്ങളൊരു കരിയർ ചേഞ്ച് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഫസ്റ്റ് ഇവാലുവേറ്റ് യുവർ കറണ്ട് സ്കിൽ ആൻഡ് ഇൻട്രസ്റ്റ് ആൻഡ് വാല്യൂസ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. നിങ്ങളെ സ്കിൽ എന്താണ്, നിലവിൽ നിങ്ങൾക്ക് എന്തെല്ലാം സ്കില്ലുണ്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ താല്പര്യങ്ങൾ എന്തൊക്കെയാണ്, നിങ്ങളുടെ വാല്യൂസ് എന്താണ്, ഇതിനെക്കുറിച്ചൊരു വ്യക്തമായിട്ടുള്ളൊരു ഐഡിയ ഉണ്ടാക്കിയേക്കാം. കറക്റ്റായിട്ട് എഴുതി വെക്കാം നിങ്ങൾക്ക്. അതാണ് കുറച്ചും പാടെ ഒരു വ്യക്തത കിട്ടാനായിട്ട് നല്ലതെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് പലപ്പോഴും. സോ നമ്പർ 1, നിങ്ങളുടെ സ്കിൽ എന്തൊക്കെയാണ്, നിങ്ങൾക്ക് എന്തെല്ലാം സ്കിൽ ഉണ്ടാവും. സ്വാഭാവികമായിട്ട് ഞാനൊരു സെയിൽസിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് എനിക്ക് കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഉണ്ടാവാം, അതുപോലെ തന്നെ നെഗോഷിയേഷൻ സ്കിൽ ഉണ്ടാവാം, അത്തരത്തിലുള്ള മറ്റു ക്ലോസിങ് സ്കിൽ ഉണ്ടാവാം. ഇത്തരത്തിലുള്ള വ്യത്യസ്തമായിട്ടുള്ള സ്കില്ലുകൾ എനിക്കുണ്ടാവാം. സോ ആ സ്കില്ലുകളെ കുറിച്ച് വ്യക്തമായിട്ടുള്ള ഒരു ഐഡിയ എനിക്ക് ഉണ്ടാക്കിയെടുക്കണം. അതുപോലെ തന്നെ നിങ്ങൾ ഒരു മേഖലയിൽ നിങ്ങൾ ജോലി ചെയ്യുന്ന, സെയിൽസ് അല്ല വേറെ ഏതെങ്കിലും ഒരു മേഖലയിൽ നിങ്ങൾ ജോലി ചെയ്യുന്ന സമയത്ത് അതുമായി ബന്ധപ്പെട്ടുള്ള ഒട്ടനവധി സ്കില്ലുകൾ നിങ്ങൾക്കുണ്ടാവും. ആ സ്കില്ല് നിങ്ങളുടെ പുതിയ കരിയറിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുമോ എന്നുള്ളതും കൂടി നിങ്ങൾ ചിന്തിക്കണം. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം കമ്മ്യൂണിക്കേഷൻ സ്കിൽ എന്നുള്ളത്, എനിക്ക് കുഴപ്പമില്ലാത്തൊരു കമ്മ്യൂണിക്കേഷൻ സ്കില്ലുണ്ട്. അത് എൻ്റെ ഫിനാൻഷ്യൽ അഡ്വൈസർ എന്നുള്ള ആ ഒരു കരിയറിലേക്ക് മാറുന്ന സമയത്ത് എനിക്ക് തീർച്ചയായിട്ടും അത് ട്രാൻസ്ഫർ ചെയ്ത് കൊണ്ടുവരാൻ പറ്റുന്ന ഒരു സ്കില്ലാണ്. നെഗോഷിയേഷൻ സ്കില്ലും എനിക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുന്നതാണ്. സോ തീർച്ചയായിട്ടും നിങ്ങൾ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുന്ന സ്കില്ലുകൾ തീർച്ചയായിട്ടും അതിനെക്കുറിച്ച് വ്യക്തമായിട്ടുള്ള ഐഡിയ ഉണ്ടാക്കുക. അതിനുശേഷം നിങ്ങളുടെ താല്പര്യം, ഇപ്പോൾ നിങ്ങൾ ഒരു കരിയർ ചൂസ് ചെയ്യുന്ന സമയത്ത് എത്രമാത്രം ആത്മാർത്ഥമായിട്ട് സന്തോഷപരമായിട്ട് ആ കരിയറിൽ നിങ്ങൾക്ക് സ്റ്റിക്ക് ഓൺ ചെയ്യാൻ പറ്റും, അതുപോലെ മുന്നോട്ട് പോകാൻ പറ്റുമെന്നുള്ളതിനെ കുറിച്ച് വ്യക്തമായിട്ടുള്ളൊരു ധാരണ ഉണ്ടാക്കേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. രണ്ടാമത്തെ ഒരു കാര്യം, റിസർച്ച് പൊട്ടൻഷ്യൽ കരിയർ. ഇപ്പോൾ നമ്മൾ ഒരുപാട് കരിയർ നമ്മുടെ ഓപ്ഷൻ ഉണ്ടാവും, മുന്നിലുണ്ടാവും. അതിൽ ഏറ്റവും പൊട്ടൻഷ്യലായിട്ട് നിങ്ങൾക്ക് മോണിറ്റൈസ് ചെയ്യാൻ പറ്റുന്ന കരിയർ ഏതാണെന്നുള്ളത് നിങ്ങൾ സെലക്ട് ചെയ്യണം. അതായത് ഇപ്പോൾ നമുക്ക് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. ഇപ്പോൾ ഗാർഡനിങ് എന്ന ഓപ്ഷൻ, അതിൽ നിന്നും എനിക്ക് എന്തെങ്കിലും റവന്യൂ ജനറേറ്റ് ചെയ്യാൻ പറ്റുമെന്നുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ ഞാൻ സെലക്ട് ചെയ്തിരിക്കുന്ന ഇപ്പോൾ ഫിനാൻഷ്യൽ അഡ്വൈസർ എന്നുള്ള ഒരു കരിയർ എന്നുള്ളത്, അതിൽ എനിക്ക് തീർച്ചയായിട്ടും റവന്യൂ ജനറേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷനുള്ള ഒരു കരിയറാണ്. അതുകൊണ്ടാണ് ഞാനത് ചൂസ് ചെയ്തിട്ടുള്ളത്. പിന്നെ എനിക്ക് ഏറ്റവും കൂടുതൽ താല്പര്യവും എനിക്ക് കൂടുതൽ പഠിക്കാനും റിസർച്ച് ചെയ്യാനൊക്കെ താല്പര്യമുള്ള ഒരു മേഖല അത് ആയതുകൊണ്ടും കൂടിയാണ് ഞാൻ ഈ ഒരു പോസ്റ്റ് അല്ലെങ്കിൽ ഈ ഒരു കരിയർ ഞാൻ ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. സോ നിങ്ങൾ കരിയർ ചൂസ് ചെയ്യുന്ന സമയത്ത്
ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പരിഗണിക്കണം. നിങ്ങൾക്കത് മോണിറ്റൈസ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതും കൂടി നിങ്ങൾക്ക് പരിഗണിക്കേണ്ടത്. കാരണം ഒരു തരത്തിലും അതിൽ നിന്നൊരു വരുമാനം ഉണ്ടാക്കാൻ നിങ്ങൾക്ക് സാധിക്കില്ല എങ്കിൽ പിന്നീട് അത് ചൂസ് ചെയ്യുന്നതിൽ വലിയ അർത്ഥമൊന്നും എനിക്ക് തോന്നുന്നില്ല. സോ അത് നിങ്ങൾക്ക് വളരെ സന്തോഷം കിട്ടുകയും വേണം, അതേസമയം നിങ്ങൾക്ക് അതിൽ നിന്ന് പണം ഉണ്ടാക്കാനും പറ്റണം. മൂന്നാമത്തെ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് കൺസിഡർ എഡ്യൂക്കേഷൻ. റിസർച്ച് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ ഏതൊരു കരിയർ സെലക്ട് ചെയ്തിട്ടുണ്ടെങ്കിലും ആ കരിയറിനെ കുറിച്ച് വ്യക്തമായിട്ട് പഠിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ്. അത് അതിൻ്റെ സർട്ടിഫിക്കേഷൻ ആയിരിക്കാം, അല്ലെങ്കിൽ മറ്റു കൂടുതൽ ഡിഗ്രികൾ നേടുന്നതായിരിക്കാം. ഇതിലൊക്കെ ഫോക്കസ് ചെയ്യേണ്ടത് അനിവാര്യമായിട്ടുള്ള കാര്യം തന്നെയാണ്. കാരണം എങ്കിൽ മാത്രമാണ് നിങ്ങൾക്ക് അതിൽ വളർച്ച ഉണ്ടാവുകയുള്ളൂ. അല്ലാതെ നിങ്ങൾ ഒരു കരിയർ ചൂസ് ചെയ്തുകൊണ്ട് മാത്രം നിങ്ങൾക്ക് അതിൽ അഗ്രഗണ്യനാവാൻ അല്ലെങ്കിൽ അതിൽ നിന്ന് ശോഭിക്കാനോ നിങ്ങൾക്ക് സാധിക്കണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. അപ്പോൾ കൃത്യമായിട്ടുള്ള പഠനം, റിസർച്ച് ഒക്കെ വളരെ അനിവാര്യമാണ്. അത് എത്രമാത്രം അതിൻ്റെ ഏതെല്ലാം സ്കോപ്പുകളുണ്ട് എന്നുള്ളതും അതിൽ ഏതെല്ലാം എനിക്ക് ഉചിതമാകുന്നതാണ് എന്നുള്ളതൊക്കെ കണ്ടെത്തി അതിനനുസരിച്ച് നിങ്ങളെ പഠനവും നിങ്ങളുടെ റിസർച്ചും മുന്നോട്ട് കൊണ്ടുപോകാൻ നിങ്ങൾക്ക് തയ്യാറാവണം. അത് വളരെ ഇമ്പോർട്ടൻ്റ്. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് അത് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റുള്ളൂ. നാലാമത്തെ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ടോക്ക് പീപ്പിൾ ഇൻ സെയിം ഫീൽഡ്. അത് നിങ്ങളുടെ ഫീൽഡിലുള്ള ആളുകളുമായിട്ട് നിങ്ങൾ സംസാരിക്കുക. അപ്പോൾ ഞാൻ ഫൈനാൻഷ്യൽ അഡ്വൈസർ എന്നുള്ള ഒരു കരിയർ ഞാൻ ചൂസ് ചെയ്യുന്ന സമയത്ത് ഇതുമായി ബന്ധപ്പെട്ട് ഈ ഇൻഡസ്ട്രിയിൽ മുൻകാലങ്ങളിൽ പരിചയമുള്ള ആളുകൾ ആരൊക്കെയാണ്, അവരിൽ നിന്ന് എന്തെല്ലാം കാര്യങ്ങൾ എനിക്ക് പഠിക്കാൻ പറ്റും, അതെന്തെല്ലാം എൻ്റെ ജീവിതത്തിൽ എൻ്റെ ഈ കരിയറിൽ എനിക്ക് പ്രാവർത്തികമാക്കി കൊണ്ടുവരാൻ സാധിക്കും, ഇത്തരത്തിലുള്ള കാര്യങ്ങളെ കുറിച്ചിട്ടൊക്കെ നമ്മൾ മനസ്സിലാക്കണം. അതായത് ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് അറിയുന്ന ആളുകളുമായിട്ട്, പ്രീവിയസ് എക്സ്പീരിയൻസ് ഉള്ള ആളുകളുമായിട്ട് കൂടുതൽ സമയം ചെലവഴിക്കാനും സംവദിക്കാനും ചോദ്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാനും ക്ലാരിറ്റി വരുത്താനും നിങ്ങൾ തയ്യാറാവണം. അല്ലാതെ നമ്മളൊരു പുതിയൊരു കരിയറിലേക്ക് വരുന്ന സമയത്ത് നമുക്കതിനെക്കുറിച്ച് വലിയ ധാരണകളൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ഇത്തരത്തിലുള്ള ആളുകളുമായിട്ട് നിങ്ങൾ സംവദിക്കാൻ നിങ്ങൾ തയ്യാറായാൽ മാത്രമാണ് കൂടുതൽ നിങ്ങൾക്ക് പഠിക്കാൻ സാധിക്കുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഫീൽഡിൽ അറിയുന്ന ഒരു മെൻറ്ററെ കണ്ടെത്തി അവരിൽ നിന്നും നിങ്ങൾക്ക് കാര്യങ്ങൾ പഠിച്ചെടുക്കാൻ പറ്റണം. സോ ഇത് ചിലപ്പോൾ എല്ലാവരായിട്ടും ഇൻട്രാക്ട് ചെയ്യാൻ പറ്റണമെന്നൊന്നുമില്ല. ചിലപ്പോൾ ഇൻട്രോവേർട്ട് ആയിട്ടുള്ള ക്യാരക്ടർ ഉണ്ടെങ്കിൽ അവർക്ക് എല്ലാവരായിട്ടും ഇൻട്രാക്ട് ചെയ്യാൻ പറ്റണമെന്നില്ല. അപ്പോൾ അത്തരം ആളുകൾ ഒരു മെൻറ്ററെ കണ്ടെത്തി അതിന് കൃത്യമായിട്ടുള്ള ഉപദേശങ്ങൾ സ്വീകരിച്ച് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള തയ്യാറെടുപ്പുകൾ നടത്തേണ്ടത് വളരെ അനിവാര്യമാണ്. അഞ്ചാമത്തെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ഫിനാൻഷ്യലി നിങ്ങൾ പ്രിപ്പയർ ആയിരിക്കണം എന്നുള്ളത് നിർബന്ധമാണ്. ഫസ്റ്റ് നിങ്ങൾ കരിയർ സ്വിച്ച് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ പെട്ടെന്ന് എടുത്ത് ചാടിയിട്ട് ഒരു തീരുമാനങ്ങൾ എടുക്കാണ്ടിരിക്കുക എന്നുള്ളതാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിൻ്റാണ്. ഇത് ഞാൻ ചെയ്തിട്ടുള്ള ഒരു മിസ്റ്റേക്കും കൂടിയാണ്, ഞാനത് ആവർത്തിച്ച് പറയാണ്. നമുക്ക് ഈ ഒരു കരിയറിൽ ചിലപ്പം ഇനീഷ്യലി നമുക്കൊരു റവന്യൂ ജനറേറ്റ് ചെയ്യാൻ പറ്റണമെന്നൊന്നും യാതൊരു നിർബന്ധവുമില്ല. ആ സമയത്ത് നിങ്ങൾ സഫീഷ്യൻ്റ് ആയിട്ട് അല്ലെങ്കിൽ നിങ്ങൾ ഫിനാൻഷ്യലി ഓക്കെ ആണ്, ഒരു 6 മാസം അല്ലെങ്കിൽ 1 ഇയർ ഒക്കെ നല്ല രീതിയിൽ ഇതിൽ നിന്നും വരുമാനം ഇല്ലെങ്കിൽ പോലും എനിക്ക് പിടിച്ചു നിൽക്കാൻ പറ്റും, എൻ്റെ സർവൈവലിനുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് എന്ന് ഉറപ്പ് വരുത്തേണ്ടത് നിങ്ങൾ ഓരോരുത്തരുടെ ഉത്തരവാദിത്തമാണ്. അല്ല എങ്കിൽ പണി കിട്ടും. അല്ലെങ്കിൽ നിങ്ങൾ മറ്റേ കരിയറിലേക്ക് തന്നെ വീണ്ടും പോകേണ്ടി വരും. കാരണം അറിയുന്ന ജോലി അത് മാത്രമേ ഉള്ളൂ. സോ ഈ ഒരു കരിയറിലേക്ക് വരുന്ന സമയത്ത് ചിലപ്പോൾ നമുക്കൊരു മോണിറ്റൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിൽ നിന്നൊരു വരുമാനം വരാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ കുറച്ച് സമയം എടുത്തേക്കാം. ചിലപ്പോൾ ഒരു 1 ഇയർ ഒക്കെ എടുത്ത്, എന്നെ സംബന്ധിച്ച് അത് പ്രോപ്പറായിട്ടുള്ളൊരു വരുമാനം വരാനൊക്കെ ഒരു 1 ഇയർ മോളൊക്കെ എടുത്തിട്ടുണ്ട്. അതുവരെ നമ്മൾ പിടിച്ചു നിൽക്കേണ്ടി വരും, ചെറിയ വരുമാനം കൊണ്ട് ജീവിക്കേണ്ടി വരും. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു കറക്റ്റായിട്ടുള്ള ഒരു ബഡ്ജറ്റിംഗ് നിങ്ങൾ ഉണ്ടാക്കിയെടുക്കണം. ഫിനാൻഷ്യലി ഫിറ്റാണ്, ഓക്കെ ആണെന്ന് തോന്നൽ വേണം. ആ ഒരു ആ തയ്യാറെടുപ്പ് നിങ്ങൾ ഉണ്ടാവണം. എങ്കിൽ മാത്രമാണ് നിങ്ങൾക്ക് മനസ്സമാധാനത്തോട് കൂടിയിട്ട് നിങ്ങളുടെ പുതിയ കരിയറിലേക്ക് സ്വിച്ച് ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കുള്ളൂ. അല്ലെങ്കിൽ നമുക്കൊരു അസ്വസ്ഥതയൊക്കെ എപ്പോഴും ഫീൽ ചെയ്യും. കാരണം ഫൈനാൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മളെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്ന ആളുകൾ ഉണ്ടാകുമ്പോൾ പേഴ്സണലി നമ്മളെ കാര്യങ്ങളൊക്കെ നേടിയെടുക്കണം എന്നുണ്ടെങ്കിൽ പണം വളരെ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പോൾ അത് ഒരു ബാധ്യത ആവരുത് നമ്മൾ പുതിയ കരിയറിലേക്ക് വരുന്ന സമയത്ത്. അപ്പോൾ അതിന് സഫീഷ്യൻ്റ് ആയിട്ടുള്ള പണം നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിൽ അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ഉണ്ടായിരിക്കണം എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിന്റ് കൂടിയാണ്. സോ റീബ്രാൻഡ് യുവർ സെൽഫ്. എന്താണ് റീബ്രാൻഡ് യുവർ സെൽഫ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഓൾറെഡി നിങ്ങളൊരു 5 വർഷം ഒരു 10 വർഷം ഒരു കരിയറിൽ നിങ്ങൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. സ്വാഭാവികമായിട്ടും നിങ്ങളുടെ കണക്ഷൻസും നെറ്റ്വർക്കൊക്കെ ആ ഫീൽഡുമായി ബന്ധപ്പെടുത്തി ആയിരിക്കും സ്വാഭാവികമായിട്ടുണ്ടാവുക. ആ ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ആളുകളുമായിട്ടുള്ള ബന്ധം നിങ്ങൾക്ക് ഒരുപാടുണ്ടാവും. സോ സ്വാഭാവികമായിട്ടും ആ ഒരു ഫീൽഡിൽ നിന്ന് വിട്ട് മറ്റൊരു പുതിയൊരു കരിയർ നിങ്ങൾ ചൂസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് അതുമായി ബന്ധപ്പെട്ടുള്ള ആളുകളൊന്നും വലിയ പരിചയമൊന്നും ഉണ്ടാവില്ല. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ആ ഒരു ബ്രാൻഡിലേക്ക് റീബ്രാൻഡ് ചെയ്യപ്പെടേണ്ടതുണ്ട്. സോ നിങ്ങൾ ആ ഒരു ഫീൽഡിലാണെങ്കിൽ ഇത്രയും കാലം പഴയ ഫീൽഡിലാണ് അറിയപ്പെട്ടിട്ടുണ്ടാവുക, അതിൽ നിന്ന് മാറി പുതിയൊരു ബ്രാൻഡിലേക്ക് നിങ്ങൾ റീബ്രാൻഡ് ചെയ്യപ്പെടുമ്പോൾ സമയമെടുക്കുന്ന കാര്യമാണ്. പെട്ടെന്ന് എടുത്തോ പിടിച്ചോ എന്ന് പറയുന്ന കാര്യം നേടിയെടുക്കുന്ന ഒരു സംഭവമല്ല. അപ്പോൾ ടൈം എടുത്ത് അറിയുന്ന ആളുകളുമായിട്ട് കണക്ട് ചെയ്യുക. അതോടൊപ്പം തന്നെ നിങ്ങൾ റീബ്രാൻഡ് ചെയ്യാനുള്ള ശ്രമങ്ങൾ നടത്തുക. ഇന്നത്തെ കാലത്ത് ബ്രാൻഡ് ചെയ്യുക എന്ന് പറയുന്നത് വലിയൊരു റോക്കറ്റ് സയൻസ് ഒന്നുമല്ല.
എല്ലാവർക്കും സാധിക്കുന്ന ഒരു കാര്യം കൂടിയാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം സോഷ്യൽ മീഡിയ ഒക്കെ ഉള്ള ഒരു കാലഘട്ടത്തിൽ റീബ്രാൻഡ് ചെയ്യുക എന്നുള്ളത് വളരെ സിമ്പിളാണ് എന്നെ സംബന്ധിച്ച് ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം. കാരണം ഞാൻ വേറൊരു 5 വർഷം അല്ലെങ്കിൽ 6 വർഷം മറ്റൊരു ജോലി ചെയ്തിരുന്നത് ഒരുപാട് ആൾക്കാർക്കൊന്നും അറിയില്ല. പക്ഷേ ഞാനിപ്പോൾ ഇന്ന് ഫിനാൻഷ്യൽ അഡ്വൈസർ ആയിട്ടാണ് ജോലി ചെയ്യുന്നതെന്നുള്ളത് അതിൻ്റെ ഒരു 10 മടങ്ങിലധികം ആളുകൾക്കും അറിയുന്നുണ്ടാകും. കാരണം ഇപ്പോഴും നിങ്ങൾ കാണുന്നത് പോലെ ഞാനൊരു ഫിനാൻഷ്യൽ അഡ്വൈസർ ആയിട്ടാണെന്നുള്ളതാണ്. സോഷ്യൽ മീഡിയ ഉള്ള കാര്യത്തോളം നിങ്ങൾക്ക് റീബ്രാൻഡ് ചെയ്യാൻ വളരെ സിമ്പിളാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. പ്രോപ്പറായിട്ട് എങ്ങനെയാണ് റീബ്രാൻഡ് ചെയ്യുന്നതിനെ കുറിച്ചുള്ള കൃത്യമായിട്ടുള്ള പഠനങ്ങൾ നടത്തുക, ഒരു പേഴ്സണൽ ബ്രാൻഡായി മാറാൻ ശ്രമിക്കുക നിങ്ങളുടെ ഇൻഡസ്ട്രിയിൽ. അതൊക്കെ നിങ്ങളുടെ ബിസിനസ്സിന് അല്ലെങ്കിൽ നിങ്ങളുടെ പുതിയ കരിയറിന് വളരെയധികം ഗുണം ചെയ്യും. അപ്പോൾ പ്രധാനമായിട്ടുള്ള കുറച്ച് പോയിന്റുകളാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. ഈ പോയിന്റുകളെല്ലാം വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കിയതിന് ശേഷം ഒരു സ്റ്റെപ്പ് എടുക്കാൻ ശ്രമിക്കാം. പിടിച്ചോ എന്ന് ചാടിയിട്ട് കയറി സ്റ്റെപ്പ് എടുക്കാണ്ടിരിക്കുക. അത് നിങ്ങൾക്ക് വിനയാകും. അതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട് ഒരു റിസർച്ച് നടത്തിയതിന് ശേഷം മാത്രം ഒരു സ്റ്റെപ്പ് എടുക്കുക. ഈ പോയിന്റുകളെല്ലാം മനസ്സിൽ വെക്കുക. നന്നായിട്ട് ശ്രദ്ധിച്ചതിന് ശേഷം മാത്രം കാര്യങ്ങൾ ചെയ്യുക. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. കൂടുതൽ വിവരങ്ങൾക്കായിട്ട് ഇതുമായി ബന്ധപ്പെട്ടുള്ള കണ്ടന്റുകൾക്കായിട്ട് കീപ് ഓൺ സബ്സ്ക്രൈബിങ്. സോ ഇതുമായി ബന്ധപ്പെട്ടുള്ള പുതിയ കണ്ടന്റുകൾക്കായിട്ട് കീപ് ഇൻ ടച്ച്. അടുത്ത എപ്പിസോഡിൽ പുതിയൊരു വിഷയവുമായിട്ട് കാണാം. സ്റ്റേ ട്യൂൺഡ്.